ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനാപുരം മണ്ഡലത്തിലാണ്. പത്തനാപുരവും എന്ന് പറയുന്നതും നമുക്കറിയാം ഒരു വളരെ ക്ലോസ് കോൺടെസ്റ്റ് നടക്കുന്ന മണ്ഡലമാണ്. കൊല്ലം ജില്ലയിലെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. കൊട്ടാരക്കരയും മന്ത്രിമണ്ഡലമാണ്, പത്തനാപുരവും മന്ത്രിമണ്ഡലമാണ്. ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ സ്വന്തം മണ്ഡലമാണ്. ഇവിടെ തുടർച്ചയായി അദ്ദേഹം 2001 മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുകയാണ്. ഇപ്പോൾ 2026 അദ്ദേഹം തന്നെ എത്തിയിരിക്കുകയാണ്. UDF-ലും LDF-ന്റെയും ഒക്കെ ഭാഗമായി നിന്ന് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. 2001 മുതൽ ഈ മണ്ഡലത്തിനൊപ്പം കെ പി ഗണേഷ് കുമാറിനൊപ്പം ഈ മണ്ഡലവും എന്ന് പറയുന്നതാകാം ഒരുപക്ഷെ ഏറ്റവും ശരി. ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് നല്ലൊരു ഫൈറ്റ് കൊടുത്ത വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഇത്തവണയും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ കടുത്ത മത്സരം നടക്കുന്നു. അപ്പം NDAയുടെ സ്ഥാനാർത്ഥി, അത് 2020-ക്കാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. അനിൽകുമാർ എന്നാണ് ആ സ്ഥാനാർത്ഥിയുടെ പേര്. അപ്പോൾ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ഇവിടുത്തെ മത്സര ചിത്രം എപ്രകാരമാണ് നമുക്ക് പരിശോധിക്കാം വിശദമായി. പത്തനാപുരത്ത് ന്യൂസ് ഡെസ്ക്. ഇപ്പോൾ കൊട്ടാരക്കരയെ കുറിച്ച് പറയുന്നത് നമുക്ക് എപ്പോഴും R ബാലകൃഷ്ണപിള്ളയുടെ പേരാണ് മനസ്സിലേക്ക് വരുന്നത്. കൊട്ടാരക്കരയെ കുറിച്ച് പറയുമ്പോൾ R ബാലകൃഷ്ണപിള്ളയുടെ പേരാണെങ്കിൽ പത്തനാപുരത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പുത്രൻ കെ പി ഗണേഷ് കുമാറിന്റെ പേരാണ്. തുടർച്ചയായി ഇങ്ങനെ മത്സരിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നമ്മൾ കാണുന്നുണ്ട്. തനിക്ക് ഇപ്പോൾ തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളുണ്ട്, വ്യക്തിപരമായ ആരോപണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് പത്തനാപുരത്തുകാരോട് ചോദിക്കൂ, എന്നിട്ട് നിങ്ങൾ അതിനുള്ള മറുപടി കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊപ്പം കുറച്ച് പത്തനാപുരംകാരുണ്ട് ഇവിടെ. ഞാൻ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലെ KSRTC ഡിപ്പോയിൽ തന്നെയാണ്. അപ്പോൾ നാട്ടുകാരുണ്ടൊപ്പം തന്നെ KSRTC ജീവനക്കാരോടും നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. പത്തനാപുരംകാരാണ് എനിക്കൊപ്പം ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ മന്ത്രിമണ്ഡലത്തിലുള്ളവരാണ്. അതേതാണ്, ഈ പത്തനാപുരം മണ്ഡലമാണോ? അല്ല, നിങ്ങൾ പത്തനാപുരമാണോ? ഒക്കെ കെ പി ഗണേഷ് കുമാറിനൊപ്പമാണ് മണ്ഡലം നിന്നതെന്ന് പറയുന്നു, അല്ലേ? ശരി, അതെ, ശരിയാണ്. അത് കൂടാതെ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗണേഷ് കുമാർ ഇവിടെ വളരെയധികം 25 വർഷക്കാലമായിട്ട് ബന്ധപ്പെട്ട് നാടിനെ ലോകോത്തര നിലവാരത്തിലൊക്കെ എത്തിച്ച് വളരെ ആധുനിക സജ്ജീകരണത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ താലൂക്ക് ആശുപത്രി, കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വലിയ ആശുപത്രിക്ക് തുടക്കമിട്ടിരിക്കാം. ജൂൺ മാസത്തോട് പത്തനാപുരത്തെ ജനങ്ങളുടെ, പാവങ്ങളുടെ കണ്ണിൽ ഉണ്ണിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ കുഞ്ഞുകുട്ടികൾ, ആപാലം വൃത്തികൾ, ഇവരുടെ പൊന്നോമന പുത്രനാണ് ഗണേഷ് കുമാർ. അപ്പൊ ഇനിയും ജയിക്കും, വലിയ ഭൂരിപക്ഷം. 27,000 പേർ വോട്ടിന്റെ ഭൂരിപക്ഷം ജയിക്കും. ഇപ്പൊ ഇനിയിപ്പോ 3-4 ദിവസമേ ബാക്കിയുള്ളൂ. തീരുമാനമൊക്കെ എടുത്തു? എടുത്തു. ഗണേഷ് കുമാർ തന്നെ ജയിക്കും. വികസനം അതുപോലെ നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടുണ്ട്. ഗണേഷ് കുമാർ ജയിക്കണമെന്ന് ഇത്രയധികം ഒരു ആത്മവിശ്വാസത്തോടെ നാടിന് വേണ്ടി വികസനങ്ങൾ ചെയ്തിട്ടുണ്ട് ശരിക്കും. അതുകൊണ്ട് അദ്ദേഹം ജയിക്കുമെന്നാണ് ഞങ്ങളുടെ സൗകര്യങ്ങളായാലും എല്ലാം അങ്ങേര് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങേര് തന്നെ ചെയ്യും. പത്തനാപുരത്ത് കെ പി ഗണേഷ് കുമാർ തന്നെയാണ് വിജയസാധ്യത. ഈ പത്തനാപുരത്തിൻ്റെ ഏത് മേഖലയിലും, ഗ്രാമീണ മേഖലയിലായാലും ടൗണിലായാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിക്കാത്ത ഒരു മേഖലയുമില്ല. ഈ പറയുന്ന ആരോപണങ്ങളോ ഒന്നും പത്തനാപുരത്തുകാർക്ക് വിഷയമല്ല. ഗ്രാമീണ റോഡുകളായാലും വികസനങ്ങളും താലൂക്ക് ഹോസ്പിറ്റലായാലും ഏത് മുക്കിലെ ഹൈമാച്ച് ലൈറ്റുകളും മറ്റു എല്ലാ സംവിധാനങ്ങളും അദ്ദേഹത്തിൻ്റെ മുദ്ര പതിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അദ്ദേഹത്തിന് വിജയശതമാനം 100% അതിനകത്ത് ഒരു മാറ്റവും. ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. കഴിഞ്ഞ തവണ അദ്ദേഹം പരാജയപ്പെട്ടു പോയി. പക്ഷേ കെ പി ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷം ഒരല്പം കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള ഒരു വാസ്തവമാണ്. അദ്ദേഹം ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു മാറ്റം വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു മാറ്റവും സംഭവിക്കത്തില്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാമല്ലോ. അദ്ദേഹം പ്രവർത്തിച്ചോട്ടെ, അത് നമുക്ക് വിഷയമൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കാം. പക്ഷേ ഗണേഷ് കുമാറിനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. വലിയ ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മാർജിനിൽ അദ്ദേഹം ജയിക്കും. അതങ്ങനെ ഒരു പ്രതിഭാസമാണോ? ഗണേഷ് കുമാറിനെ ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയും. ഒരു കാര്യം ഇപ്പോൾ ചോദിച്ചതുപോലെ 5 കൊല്ലം ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് അദ്ദേഹം പ്രവർത്തിച്ചത് ഏത് മേഖലയിലാണ്? പത്തനാപുരത്തൊരു പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റെ MP ഉണ്ടായിരുന്നു. ആ MPയുടെ ഫണ്ടിൽ നിന്ന് പത്തനാപുരത്ത് എന്തെങ്കിലും കൊണ്ടുവരാൻ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ വന്ന് ഇവിടെ ഇല്ലാത്തത് എന്തുണ്ടെന്ന് അന്വേഷിച്ച് പോയി റീൽസ് എടുക്കുന്ന നല്ല പ്രവർത്തനം. ഏതെങ്കിലും ഒരു പദ്ധതി, കൊടിക്കുന്ന് സുരേഷ് MP ഉണ്ടല്ലോ, കോൺഗ്രസിൻ്റെ MP ആണല്ലോ, അദ്ദേഹം ഇവിടെ 5 വർഷം ജ്യോതികുമാർ ഇവിടെ പ്രവർത്തിച്ചെങ്കിൽ ഒരു പ്രോജക്റ്റ് കൊടിക്കുന്ന് സുരേഷിൻ്റെ ഫണ്ടിൽ നിന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയാൻ അദ്ദേഹത്തിനുണ്ടോ? കോൺഗ്രസിൻ്റെ രാജ്യസഭാ MP മാരുണ്ടായിരുന്നല്ലോ, അവരുടെ പദ്ധതി പ്ലാൻ ഫണ്ടിൽ നിന്നോ ഏതെങ്കിലും ഒരു ഫണ്ടിൽ നിന്ന് ഒരു 5 രൂപ കാശ് പത്തനാപുരത്ത് കൊണ്ടുവന്നിട്ട് പറയണം ഞാൻ 5 കൊല്ലം പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്നത് കൊണ്ടുവന്നു.
അത് പറയാൻ അദ്ദേഹത്തിനില്ല. ഇപ്പോഴും ഇങ്ങനെ റീൽസ് എടുത്ത് കളിക്കുന്നതല്ലാതെ ഇവിടെ പത്തനാപുരത്ത് എന്തില്ല എന്ന് അന്വേഷിച്ച് കിടക്കുകയാണ്. അതാണപ്പോൾ ഈ പത്തനാപുരത്ത് നിങ്ങളൊക്കെ പത്തനാപുരംകാരാണോ? ഇവിടെ വോട്ടേഴ്സ് ആണല്ലേ, ചെറുപ്പക്കാരായ വോട്ടേഴ്സ് ആണ്. ഇതിനു മുമ്പ് എത്ര തവണ വോട്ട് ചെയ്തു ഓർമ്മയുണ്ടോ? ഇതിനു മുമ്പ് 2 നിയോജകമണ്ഡലം നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തവണ നിങ്ങൾ എന്താണ് കരുതുന്നത്? ഗതാഗത മന്ത്രി ഒരു വലിയ മാറ്റം ഉണ്ടാകും തന്നെയാണ് കരുതുന്നത്. വലിയൊരു മാറ്റത്തിന്റെ കാറ്റ് കേരളത്തിലുടനീളം വീശുന്ന കൂട്ടത്തിൽ പത്തനാപുരം ഉണ്ടാകുന്ന പൂർണ്ണമായി. ആര് ജയിക്കണം എന്നാണ് നിങ്ങൾ കരുതുന്നത്? ജ്യോതികുമാർ ചാമക്കാല ജയിക്കും. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ നാട്ടിൽ നടത്താത്ത വികസനം ഏത് എന്നുള്ള മറുചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതായത് കഴിഞ്ഞ 5 വർഷം മുമ്പ് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയോട് മത്സരിക്കാൻ വരുമ്പോൾ അന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമായി സംസ്ഥാനത്തുടനീളം ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുമ്പോഴും ഇവിടെ ഭൂരിപക്ഷം പകുതിയാക്കാൻ വേണ്ടി സാധിച്ചു. അദ്ദേഹം ഈ മണ്ഡലത്തിൻ്റെ പുറത്തു നിന്നുള്ള ആളാണ്. ഇനി ജയിച്ചാൽ ഇവിടം വിട്ടു പോകും എന്നൊക്കെയുള്ളൊരു പരക്ക് പ്രചാരണം LDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴും കഴിഞ്ഞ 5 വർഷം ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് ഞാൻ കഴിഞ്ഞ 5 വർഷം മുമ്പും ഇപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം പ്രചാരണത്തിനും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ഞാൻ പറയാം. 2021 അദ്ദേഹത്തിനോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് അല്ല ആളുകൾക്ക് ഇപ്പോൾ ഉള്ളത്. ആളുകളിപ്പോൾ അദ്ദേഹത്തെ കാണുമ്പം അവരുടെ കുടുംബത്തിലെ ഒരാളെ പോലെ സ്വീകരിക്കുകയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളെന്ന നിലയിൽ UDFിൻ്റെ ഒരു സർക്കാർ മെയ് 4-ാം തീയതി അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ ഭാഗമായി പത്തനാപുരം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അല്ല, പക്ഷേ ഇവിടെ വികസനം ഇല്ലാത്തൊരു അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക്? വികസനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 25 വർഷക്കാലമായി ഇവിടെ ഗണേഷ് കുമാർ ജയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡ് നോക്കിയാൽ കാണാൻ ഇവിടെ ഒരു വികസനം പോലും വന്നിട്ടില്ല. കഴിഞ്ഞ 25 വർഷമായി ഇവിടെ MLA ജയിച്ചിട്ടുണ്ട് ഗണേഷ് കുമാർ. ഇവിടെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പോലും അനുവദിച്ചിട്ടില്ല ഇത്രയും വർഷമായിട്ട്. കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികളുള്ളത് അതുപോലെ തന്നെ പത്തനാപുരം നിയോജക മണ്ഡലത്തിലാണ്. അതുപോലെ ഇവിടെ കളിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഇവിടെ ആകെ ഉള്ള ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പറ്റുന്നത് സെൻറ്റ് സ്റ്റീഫൻ സ്കൂൾ ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അവിടെ ഗേറ്റ് പൂട്ടിക്കളഞ്ഞാൽ അവിടെ കളിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. അതെ, അപ്പോൾ ഞാൻ ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കും. ഇപ്പോൾ ഈ KSRTC ഇപ്പോൾ ഗതാഗത മന്ത്രിയാണല്ലോ, KSRTCയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ഏറ്റവും ഇവിടെ ഞാനൊരു ബാനർ കാണുന്നുണ്ട്, 1-ാം തീയതി ശമ്പളം അനുവദിച്ച് നൽകിയ മന്ത്രിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊരു വലിയ നേട്ടമല്ലേ? അപ്പോൾ അത് ഗതാഗത മന്ത്രി നിങ്ങളുടെ ഈ മണ്ഡലത്തിൽ നിന്നുള്ള മന്ത്രിക്ക് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടമെന്ന രീതിയിൽ അത് കാണുന്നുണ്ടോ? കാണുന്നുള്ള നേട്ടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് കുമാർ ഇവരുടെ ശമ്പളം മുടക്കുന്നില്ല. അതൊരു വലിയ കാര്യമല്ലേ? എപ്പം പെട്ടെന്ന് നേരത്തെ മുടക്കുമായിരുന്നു. സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട അയാൾ അതിൻ്റെ ശമ്പളങ്ങളെ പ്രധാനങ്ങളെ കൂടുന്നുണ്ട്. പക്ഷേ ഞാൻ കിടന്നിട്ടില്ല, കിടന്ന് ഉറങ്ങണ്ട. ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഗണേഷ് കുമാർ സാർ വന്ന പ്രവാണ് ഇത്രയും ഉയർച്ചകളും ശമ്പളങ്ങൾ കൃത്യമായിട്ട് മാസം തോറും കൊടുക്കാനും എല്ലാ മേഖലകൾക്കും പത്തനാപുരത്തു നിന്നും എല്ലാ മേഖലകൾക്കും ബസ് സർവീസുകളും ഗ്രാമീണ മേഖലക്കായാലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ബസ്സുകൾ എത്തിക്കാനും ഒരു ബുദ്ധിമുട്ടില്ല, ജീവനക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ശമ്പളം കൊടുക്കാൻ ഈ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് എന്തെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പിലും 2001 കാലഘട്ടം മുതൽ എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്നുള്ളതാണ് എതിർ മുന്നണി കാണിച്ചുകൊണ്ടിരുന്നത്. അത് ഏത് സമയത്തും അത് തുടർന്നുകൊണ്ടിരുന്നു. അത് പത്തനാപുരത്തെ ജനങ്ങൾക്കറിയാം. പത്തനാപുരത്തെ ജനങ്ങൾക്ക് ഓരോ മനുഷ്യർക്കും അറിയാം അദ്ദേഹം ആരാണെന്നും അദ്ദേഹം ഇടപെടുന്ന രീതി എങ്ങനെയാണെന്നും. ഇപ്പോൾ ഇവിടെ പറയുന്നത് പോലെ അദ്ദേഹം പത്തനാപുരത്തിൻ്റെ എല്ലാ മനുഷ്യരുടെയും സുഖദുഃഖങ്ങളിൽ മാന്യമായ ഇടപെടൽ നടത്തി ഈ നാട്ടിൽ തോന്നലുണ്ടല്ലേ? ഉറപ്പായും പത്തനാപുരത്തെ ജനതയ്ക്ക് 100% ഉറപ്പുണ്ട്. ആ UDFിൻ്റെ ഭരണകാലത്ത് തന്നെ അവർ പറഞ്ഞു, ആര്യടമോ പറഞ്ഞിട്ടുണ്ടല്ലോ KSRTC എന്തും വേണ്ടി നഷ്ടത്തിലാണ് ഓടുന്നതെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? നിങ്ങൾ ചാനലുകാരനെ ഒന്ന് എടുത്ത് ഇത് ചെയ്തു നോക്ക്. അത് തന്നെ ഇപ്പം അറിയാമല്ലോ KSRTCയെ കുറിച്ച് എന്തോ അവസ്ഥ എന്നുള്ളത്. ഇപ്പം ആരും പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വിവരാവകാശ രേഖയ്ക്കുള്ള മറുപടി വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി KSRTCയിൽ PSC വഴി നിയമനം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിവരം പുറത്തേക്ക് വന്നതാണ്. അപ്പം ഈ UDFിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ അലിഗേഷൻസ് ഉണ്ടായ സമയത്ത് ആത്മാഭിമാന ചങ്ങല പത്തനാപുരം മുതൽ കുന്നിക്കോട് വരെ നേതൃത്വം നൽകിയ ആളുകളാണ് ഇപ്പോൾ കൂടെ നിന്നിട്ട് അദ്ദേഹത്തെ പറ്റി പറയുന്നതൊന്നും പൊയ്യായിട്ടുള്ള വാചകങ്ങളാണെന്ന് പറയുന്നത്. ഞങ്ങൾ കോൺഗ്രസ്സുകാരൊന്നും അല്ല പറഞ്ഞത്, ഇവിടുത്തെ വേറെ സാധാരണക്കാരായ ജനങ്ങളും അല്ല പറഞ്ഞത്. എന്നൊക്കെയുള്ള കാര്യങ്ങളും നിലവിലുണ്ട്. അതെ, അതാണ്. ഇപ്പോൾ ഏതായാലും LDFിനൊപ്പം UDFിനൊപ്പം ഒക്കെ നിന്ന് മത്സരിച്ചപ്പോഴും ജയം KB ഗണേഷ് കുമാറിനൊപ്പമായിരുന്നു. അതാണ് ഒരു മണ്ഡലം എങ്ങനെയാണ് ഒരാൾക്കൊപ്പം നിൽക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണം കൂടിയായി നമ്മൾ എപ്പോഴും ഈ പത്തനാപുരത്തെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്താണ് പത്തനാപുരത്തെ ജനങ്ങൾ KB ഗണേഷ് കുമാറിനായി കാത്തുവച്ചിരിക്കുന്നത്, ജ്യോതികുമാർ ചാമക്കാലയ്ക്കായി കാത്തുവച്ചിരിക്കുന്നത്, അനിൽകുമാറിനായി കാത്തുവച്ചിരിക്കുന്നത്? നമുക്ക് അത് അറിയാനാണ് ഇനി ആകാംക്ഷ. മെയ് 4-ന് വോട്ടെണ്ണൽ ദിനത്തിൽ അറിയാൻ കഴിയും. അദ്ദേഹം ജ്യോതികുമാർ പറയുന്നത് 5 അക്കം ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കും എന്നാണ്. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ്. കൂടുതലായി വ്യക്തിപരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് എന്നൊരു പരാതി മറുഭാഗത്ത് നമ്മൾ ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ജനവിധിക്കായി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.